ഒടിയൻ ദ ഏജ് ഓഫ് ഇല്യൂഷൻ. ആ പേരിലൊരു ട്വിസ്റ്റ് ഉണ്ട്. ദ ഏജ് ഓഫ് ഇല്യൂഷൻ, അതായത് ഭ്രമയുഗം അഥവാ മായായുഗം. 2017 ഒരു പടം അനൗൺസ് ചെയ്യുന്നു, ഒരു പോസ്റ്റർ പുറത്തുവിടുന്നു. ആ ഒരു പോസ്റ്റർ മലയാള സിനിമയിൽ ഉണ്ടാക്കിയ ഓളം ചെറുതൊന്നുമല്ല. അവിടുന്ന് അങ്ങോട്ട് പിന്നീട് മലയാള സിനിമ കണ്ടത് മോളിവുഡിന്റെ എക്സ്ട്രീം ആയിരുന്നു. അതിനു മുൻപും അതിനു ശേഷവും ഇതുപോലെ ഹൈപ്പ് ഉണ്ടാക്കിയ ഒരു മലയാള സിനിമ പിന്നീട് ഉണ്ടായിട്ടില്ല. ഒടിയൻ 2017 ശ്രീകുമാർ മേനോൻ ഡയറക്ഷനിൽ അനൗൺസ് ചെയ്ത ലാലേട്ടൻ സിനിമയായിരുന്നു ഒടിയൻ. അതുവരെ വന്ന മലയാള സിനിമകളിൽ ഏറ്റവും വലിയ ബഡ്ജറ്റിൽ എടുക്കുന്ന സിനിമ. പുതിയ ലുക്കിലുള്ള ലാലേട്ടൻ, അതിനേക്കാളൊക്കെ മേലെ ആ പടത്തിന്റെ ടൈറ്റിൽ ഒടിയൻ. അതായിരുന്നു ആ പടത്തിന്റെ ഏറ്റവും വലിയ ഹൈപ്പ്. നമ്മുടെ ഈ ഒരു ജനറേഷനിൽ കൂടുതൽ പേരും ഒടിയൻ എന്ന പേര് കേൾക്കുന്നത് തന്നെ ഒടിയൻ സിനിമയുടെ അനൗൺസ്മെന്റ് പോസ്റ്ററിലൂടെയാണ്. പുതിയൊരു ലുക്കിലുള്ള ലാലേട്ടനെ കണ്ടതുകൊണ്ട് തന്നെ ആ പേരിന്റെ പിന്നാലെ പോയി. നമ്മൾക്ക് ആ ഒരു പേര് അത്രയ്ക്കും പരിചയമില്ലെങ്കിലും നമ്മൾക്ക് മുമ്പത്തെ തലമുറയ്ക്കും അതിനു മുമ്പത്തെ തലമുറകൾക്കും ആ പേര് അറിയാതിരിക്കില്ല. നമ്മൾ കുറച്ചു പേരെങ്കിലും ആ ടൈമില് ഒടിയനെ പറ്റി വീട്ടിൽ അപ്പൂപ്പനോടും അമ്മമ്മയോടൊക്കെ ചോദിച്ചു കാണും. അവര് പറഞ്ഞു തന്ന ഒടിയൻ കഥകളൊക്കെ കേട്ട് കിട്ടിയ ഒരു കിക്ക് ഭയങ്കരമാണ്. അന്നൊക്കെ ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയ അത്രയ്ക്ക് പവർ ഒന്നുമല്ല. ആ ഒരു അനൗൺസ്മെന്റ് മുതൽ അന്ന് ന്യൂസ് ചാനലിലും ന്യൂസ് പേപ്പറിലും വരെ ഒടിയൻ കഥകളായിരുന്നു. അങ്ങനെ ഒടിയൻ സിനിമ അനൗൺസ് ചെയ്ത് കഴിഞ്ഞ് ഒടിയൻ എന്ന് പറയുന്ന ആ ഒരു മിത്ത് കേരളത്തിൽ വലിയൊരു സംസാര വിഷയമായി, ട്രെൻഡായി. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് പടത്തിന്റെ ഒരു അപ്ഡേറ്റ് മുതൽ പടത്തിന്റെ റിലീസ് വരെ ഒടിയൻ അത്രത്തോളം ലൈവ് ആയിരുന്നു. എവിടെ നോക്കിയാലും ഒടിയൻ. ആ ടൈമിൽ ഒരുവിധം എല്ലാവരും ഒടിയൻ കഥകളൊക്കെ തെരഞ്ഞു പിടിച്ച് വായിച്ചു. എനിക്ക് തോന്നുന്നത് ഈ ഡീകോഡിങ്, എക്സ്പ്ലനേഷൻ, ഫാൻ തിയറീസ് ഒക്കെ ഞാൻ ആദ്യമായിട്ട് കണ്ടു തുടങ്ങുന്നത് ഈ ഒടിയൻ ടൈമിലാണ്. അപ്പോൾ ഈ പടം വരുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും ഈ ഒടിയനെ പറ്റി കൂടുതലായിട്ട് അറിഞ്ഞു. ആ കഥകൾ കേട്ടിട്ട് പടം കാണാനുള്ള കാത്തിരിപ്പ് എന്നൊക്കെ പറയുന്നത് ഈ ഒരു എക്സൈറ്റ്മെന്റിന്റെ ഒക്കെ പീക്കായിരുന്നു. കാരണം അത്രയ്ക്കും അടിപൊളിയായിരുന്നു ഓരോ ഒടിയൻ കഥകളും. അത്രയ്ക്കും ഡാർക്ക് ആയിട്ടുള്ള ഒരു മിത്താണ് ഒടിയൻ. പക്ഷെ പടം വന്നപ്പോ ആൾക്കാർ ആ അനൗൺസ്മെന്റ് മുതൽ റിലീസിന് മുൻപ് വരെ കാണാനിരുന്നത് കഥകളിൽ കണ്ട ഒടിയനും ശരിക്കും കിട്ടിയത് മറ്റൊരു ഒടിയനായിരുന്നു. ഈ കഥകളിലൊക്കെ കേട്ട ആ ഒരു ഡാർക്ക് ഫാന്റസി ബിസ്ക്കറ്റ് അല്ലേ, ആ ഒരു റിയലിസ്റ്റിക് ഫാന്റസി ഹൊറർ എന്ന് പറയുന്ന ആ ഒരു സംഭവമാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. പക്ഷെ ശരിക്കുള്ള ഒടിയൻ സിനിമ ഒരു പീരിയഡ് ഡ്രാമയായിരുന്നു. വളരെ പതിയെ കഥ പറഞ്ഞു പോകുന്ന കേട്ട കഥകളിൽ നിന്നും ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഒടിയൻ. ഒരു നല്ലവനായ, നല്ലതിനു വേണ്ടി തെറ്റുകൾ ചെയ്യേണ്ടി വന്ന അവസാനത്തെ ഒടിയന്റെ കഥ. ഒരിക്കലും ഒരു മോശം സിനിമയാണെന്ന് പറയാൻ പറ്റില്ല. ലാലേട്ടൻ എന്ന് പറയുന്ന ആക്ടർ നല്ല രീതിയിൽ എഫേർട്ട് ഇട്ട് ചെയ്തൊരു പടമായിരുന്നു. പക്ഷെ എത്രയൊക്കെ കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാലും ഓഡിയൻസിന്റെ കാഴ്ചപ്പാടിൽ ആ കഷ്ടപ്പാടിന്റെ വാല്യൂ ഉണ്ടാവുന്നത് അതൊരു മികച്ച സിനിമയാകുമ്പോഴാണ്. പക്ഷെ ഇവിടെ അതങ്ങോട്ട് സെറ്റായില്ല. ഒടിയൻ സിനിമയിൽ അവർ ആ ഒരു മിത്തിനെ കൂടുതൽ റിയലിസ്റ്റിക് ആയി മറ്റൊരു രീതിയിൽ എടുത്തുപോയി. വലിയ കഥകളൊക്കെ കേട്ട് വിഷ്വൽ ട്രീറ്റ് ഒക്കെ പ്രതീക്ഷിച്ച് പോയവർക്ക് പടം വർക്കായില്ല. ഒടിയൻ എന്ന് പറയുന്ന ആ പേര് ആ ടൈമിൽ മലയാള സിനിമയിലും കേരളത്തിലും വലിയൊരു പ്രകമ്പനമൊക്കെ ഉണ്ടാക്കിയെങ്കിലും ഒടിയൻ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് ഒടിയൻ എന്ന് പറയുന്ന സിനിമയിൽ പോലും മര്യാദയ്ക്ക് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അങ്ങനെ മലയാളത്തിൽ പാളിപ്പോയ ഒരു പരീക്ഷണമായിരുന്നു ഒടിയൻ. പിന്നീട് 2025 മലയാള സിനിമയിൽ അടുത്ത ഒടിയൻ വരുന്നത്. ലോക സിനിമാറ്റിക് യൂണിവേഴ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ചന്ദ്രയിൽ ഒടിയനായി ദുൽഖർ വന്നു. കേരളത്തിൽ പഴയ പണ്ട് മുതലേ കേട്ടുവരുന്ന നാടോടി കഥകൾ, ഐതിഹ്യമാല, മിത്തുകൾ, ചാത്തൻ, ഒടിയൻ, മാടൻ, കത്തനാര്, കല്യങ്കാട്ട്, നീലി, അങ്ങനെ നമ്മൾ കേട്ടു വളർന്ന കഥകളിൽ ഈ ക്യാരക്ടേഴ്സിനെയൊക്കെ വെച്ച് വേൾഡ് തിയറി, ഏലിയൻ പാരഡോക്സ്, ദൈവം ഏലിയൻ ആണെന്നുള്ള തിയറി, അങ്ങനെ കർത്താവിനെ വരെ കണക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു വേൾഡ് ക്ലാസ് സൈഫൈ ആക്ഷൻ ഫാന്റസി പരിപാടിയായിരുന്നു ലോക. ലോകയെ പറ്റി നമ്മൾ ഇതിനു മുമ്പും ഒരുപാട് സംസാരിച്ചതാണ്. നമ്മൾ ആ ഒരു മൊത്തം വേൾഡിനെ പറ്റി ഒരുപാട് ഡീകോഡ് ചെയ്തതാണ്. 40 മിനിറ്റിന് മുകളിലൊക്കെ ഒരു ഡീകോഡിംഗ് വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്ക്, ഉപകാരപ്പെടും. ഈ മൊത്തം കണക്ഷനും അതിൽ പറഞ്ഞിട്ടുണ്ട്. വീഡിയോ ലിങ്ക് ഞാൻ കമന്റിൽ വേണമെങ്കിൽ പിൻ ചെയ്തേക്കാം. ലോകയിൽ ഒടിയൻ കുറച്ച് ഡിഫറെന്റ് ആണ്. ചാർലി എന്നാണ് ഒടിയന്റെ പേര്. ലോകയിൽ ഒടിയൻ ഇമ്മോർട്ടൽ ആണ്, അയാൾക്ക് മരണമില്ല. പല യുഗങ്ങളിൽ അയാൾ ജീവിച്ചു വരുന്നതായി കാണുന്നുണ്ട്. പിന്നെ ചെയ്തിട്ടുള്ളതൊക്കെ വലിയ വലിയ പരിപാടികളാണ്. ജൂലിയസ് സീസറിനെ തട്ടി, ഹിറ്റ്ലറിനെ തട്ടി, അങ്ങനെ ഹിസ്റ്ററി ആയിട്ട് കണക്ട് ചെയ്താണ് ലോകയിൽ ഒടിയനെ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ലോകയില് ഈ ഒരു ഒടിയൻ എന്നുള്ളത് ഒരു സൂപ്പർ ഹീറോ പരിപാടിയാണ്. ഇതിൽ മറ്റേ ഒടിയന്റെ ഡാർക്ക് സംഭവങ്ങളൊന്നും അല്ല. ഇതിൽ മറ്റൊരു ടൈപ്പ് ഒടിയനാണ്. ലോകയുടെ 2ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ചാത്തൻ കഴിഞ്ഞാൽ 3ാമത്തെ ചാപ്റ്റർ ഒടിയനാണ്. അത് കുറച്ച് വലിയ പരിപാടിയായിരിക്കും. ആക്ഷൻ ഫാന്റസി രീതിയിൽ പോകുന്ന ഒരു സംഭവമായിരിക്കും. പിന്നെ ലോകയിലും കാണിക്കുന്ന ഒരു കണക്ഷൻ ഉണ്ട്. ചാത്തനും ഒടിയനും ഇവർ രണ്ടുപേരും തമ്മിൽ ഒരു വലിയ ബന്ധമുണ്ട്. അത് നമുക്ക് ഏജ് ഓഫ് ഇല്യൂഷനിലേക്ക് വരുമ്പോൾ പറയാം. പിന്നെ ഈ കാര്യങ്ങളും ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ എന്തായാലും ഒടിയന്മാര് രണ്ടായി. ഒന്ന് പീരിയഡ് ഡ്രാമയാണ്, 2 ആക്ഷൻ ഫാന്റസിയാണ്. ഇനി ഈ ലിസ്റ്റ് പൃഥ്വിരാജിനെ നായകനാക്കി രാഹുൽ സദാശിവൻ ഡയറക്ട് ചെയ്യുന്ന ഒടിയൻ.
2018 ലാലേട്ടന്റെ ഒടിയൻ സിനിമയുടെ അതേ പേരിൽ തന്നെയാണ് ഈ സിനിമയും വരുന്നത്. അപ്പൊ ഇനി ആ പേരിനെ പറ്റി ഒരു ഡൗട്ട് കാണും. ഇൻഡസ്ട്രിയിൽ സ്കൈ ലെവൽ ഹൈപ്പുണ്ടാക്കി റിലീസായ ഒരു പടത്തിന്റെ ടൈറ്റിൽ, അതായത് ആ പ്രൊഡക്ഷൻ രജിസ്റ്റർ ചെയ്തൊരു ടൈറ്റിൽ 8 വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു പടത്തിന് ഉപയോഗിക്കാമോ എന്നൊരു ചോദ്യം വരും. പക്ഷെ കാര്യം സിമ്പിൾ ആണ്. അത് ഒടിയൻ, ഇത് ഒടിയൻ ദ ഏജ് ഓഫ് ഇല്യൂഷൻ. സർട്ടിഫിക്കേഷൻ കൊടുക്കുമ്പോൾ ഫുൾ നെയിം കൊടുത്താൽ മതി. പിന്നെ ഇങ്ങനെ ഒരു ടൈറ്റിൽ ചൂസ് ചെയ്യുമ്പോൾ അവരുടെ അനുവാദം കിട്ടാതിരിക്കില്ല. അപ്പോ നമുക്ക് ഒടിയനിലേക്ക് വരാം. ഒടിയൻ ദ ഏജ് ഓഫ് ഇല്യൂഷൻ. ഒടിയൻ എന്ന് പറയുന്ന ആ ഒരു മിത്തിന്റെ ഡാർക്ക് സൈഡ്, വൈൽഡ്നെസ്, ഇതെല്ലാം കാണാൻ പോകുന്ന ഒരു സിനിമയായിരിക്കും ഒടിയൻ. ടൈറ്റിൽ തന്നെ അവരുടെ സ്റ്റേറ്റ്മെന്റ് അവർ ക്ലിയർ ചെയ്യുന്നുണ്ട്. ദ ഏജ് ഓഫ് ഇല്യൂഷൻ, അതായത് പേടിപ്പിക്കുമെന്ന്. ആ ടൈറ്റില് ഒരു ട്വിസ്റ്റ് ഉണ്ട്. ദ ഏജ് ഓഫ് ഇല്യൂഷൻ അഥവാ ഭ്രമയുഗം അല്ലെങ്കിൽ മായയുഗം. ആ ടൈറ്റിലിന് ഭ്രമയുഗം എന്നും അർത്ഥമുണ്ട്. ഒടിയൻ ഭ്രമയുഗം സിനിമയുടെ വേൾഡിൽ നിന്നുള്ള ഒരു സിനിമയായിരിക്കും. 2 പടങ്ങളും തമ്മിൽ കണക്ഷൻ ഉണ്ടായിരിക്കും. ഈ രാഹുൽ സദാശിവന്റെ ഭൂതകാലം, DS ഇറ, ഈ 2 പടങ്ങളും ഒരേ യൂണിവേഴ്സിൽ നിന്നുള്ള പടങ്ങളായിരുന്നു. അതുപോലെ ഭ്രമയുഗവും ഒടിയനും ഒരു യൂണിവേഴ്സിൽ വരുന്ന പടങ്ങളായിരിക്കും. ഭ്രമയുഗത്തിന്റെ മുഴുവൻ ടൈറ്റിൽ ദ ഏജ് ഓഫ് മാഡ്നസ് എന്നാണ്. ഒടിയന്റെ ടൈറ്റിൽ ദ ഏജ് ഓഫ് ഇല്യൂഷൻ എന്നും. ഈ കണക്ഷൻ മാത്രമല്ല, ഒടിയന്റെ ചരിത്രം എടുത്താൽ ഒടിയനും ചാത്തനും തമ്മിൽ വലിയൊരു ബന്ധമുണ്ട്. ഒരു കഥയുണ്ട്. ജാതി വ്യവസ്ഥയും സവർണ മേധാവിത്വവും നിലനിന്നിരുന്ന 18ാം നൂറ്റാണ്ടിലാണ് ഒടിയൻ എന്ന് പറയുന്ന ഈ ഒരു സംഭവം ഉണ്ടാവുന്നത്. ജാതീയതയുടെയും സവർണ മേധാവിത്വത്തിന്റെയും കീഴിൽ അടിച്ചമർത്തപ്പെട്ട ഒരു വിഭാഗമായിരുന്നു ദളിതർ. ദാരിദ്ര്യവും ജന്മിമാരോടുള്ള ഭയവും കാരണം അടിമകളെ പോലെ അവർ പണിയെടുത്തു. അക്കാലത്ത് ജന്മിമാർക്ക് ഇവരെ എന്ത് ചെയ്യാമെന്നുള്ള ഒരു അവസ്ഥയായിരുന്നു. ഇവർ ഒരുപാട് അടിച്ചമർത്തപ്പെട്ടു. ഇവർക്ക് ദൈവാരാധന നടത്താനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. അക്കാലത്ത് പാണൻ സമുദായത്തിലുള്ള ഒരു വ്യക്തി അവർക്ക് ആരാധിക്കുവാനായി ഒരു വിഗ്രഹം ഉണ്ടാക്കി. ആ വിഗ്രഹം അയാൾ തീയിലിട്ട് കരിച്ചു. തീയിലിട്ട് കരിച്ചെടുത്ത ആ വിഗ്രഹത്തെ കരിക്കുട്ടി ചാത്തൻ എന്ന പേരിൽ അയാൾ ആരാധിച്ചു. അയാളുടെ ആരാധനയിൽ തൃപ്തിപ്പെട്ട ചാത്തൻ അയാൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ ചാത്തനോട് അയാൾ ആവശ്യപ്പെട്ടത് ഒരു കാര്യമാണ്. തങ്ങളെ കഷ്ടപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഉപദ്രവിക്കുന്നവർക്കിട്ട് പണി കൊടുക്കാൻ പറ്റിയ ഒരു ശക്തി അയാൾ വരമായി ചോദിച്ചു. എന്നാൽ അങ്ങനെ ഒരു ശക്തി വരമായി നൽകാൻ ചാത്തന് കഴിയുമായിരുന്നില്ല. പകരം ചില മന്ത്രവിദ്യകളും ജാലവിദ്യകളും ആയോധന വിദ്യകളും പഠിപ്പിച്ച് അയാളെ തന്നെ ഒരു ശക്തിയാക്കി മാറ്റി. ആ ശക്തിയുടെ പേരാണ് ഒടിയൻ. ആ ശക്തിയുടെ ഇരുണ്ട വശം ഒടിമരുന്നായിരുന്നു. ഒടിയന്മാർക്ക് രൂപമാറ്റം വരുത്താനുള്ള അമാനുഷിക ശക്തി നൽകുന്നത് ഈ മരുന്നാണ്. എന്നാൽ ഈ മരുന്നുണ്ടാക്കുന്ന രീതി അങ്ങേയറ്റം ഡാർക്കാണ്. മിത്തുകൾ അനുസരിച്ച് സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ഗർഭിണിയ സ്ത്രീകളെ ഒടിയൻ വശീകരിച്ച് വീടിന് പുറത്തു കൊണ്ടുവരുന്നു. തുടർന്ന് പ്രത്യേകതരം പ്രയോഗത്തിലൂടെ ഗർഭപാത്രത്തിൽ നിന്നും ഭ്രൂണം കവർന്നെടുക്കുന്നു. ഇത് കൊണ്ടുപോയി പ്രത്യേക പച്ചില മരുന്ന് കരിങ്കോലി സർപ്പത്തിന്റെ രക്തവും ആഭിചാര മന്ത്രങ്ങളും ചേർത്ത് തിളപ്പിച്ച് ഒരു മരുന്നുണ്ടാക്കുന്നു. ഇതാണ് ഒടിമരുന്ന്. ഈ മരുന്ന് ചെവിയുടെ പുറകിൽ പുരട്ടിയാൽ ഒടിനെ താൻ വിചാരിക്കുന്ന ഏത് മൃഗത്തിന്റെ രൂപവും സ്വീകരിക്കാൻ കഴിയുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. പണ്ട് മുതൽ ഈ മിത്ത് നിലനിൽക്കുന്നത് കൊണ്ടാണ് ഗർഭിണികളായ സ്ത്രീകൾ സന്ധി കഴിഞ്ഞാൽ പുറത്തിറങ്ങരുതെന്നൊക്കെ പണ്ടുള്ളവർ പറയുന്നത്. രാത്രി കാലങ്ങളിൽ കറുത്ത വസ്ത്രം ധരിച്ച് മുഖത്ത് കരിയും മരുന്നുകളും തേച്ച് മൃഗത്തിന്റെ തോൾ ധരിച്ച് ഇവർ ശത്രുക്കളെ ആക്രമിക്കാൻ പോകും. ഇരുട്ടിൽ ഈ രൂപം കാണുന്നവർ പേടിച്ചു നിൽക്കുമ്പോൾ ഒടിയന്മാർ ഒടിവെക്കും. പിന്നെ ആരെങ്കിലും തട്ടേണ്ടി വന്നാൽ വിത്തിൻ സെക്കൻഡ്സ് കൊല്ലാൻ പറ്റിയ ലോകത്തിലെ ഏറ്റവും വിഷമുള്ള കരിങ്കോലി സർപ്പത്തിന്റെ വിഷവും ഇവർ ഉപയോഗിച്ചിരുന്നു. പിന്നെ ഇവർ മെയിനായിട്ടും കാള, പോത്ത്, പട്ടി, കൂമൻ, പാമ്പ്. പാമ്പെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ കരിങ്കോലി എന്ന് പറയുന്ന ഒരുതരം പാമ്പാണ്. ഒടിയന്മാർ സാധാരണ കാള, പോത്ത്, നായ തുടങ്ങിയ മൃഗങ്ങളുടെ രൂപമാണ് സ്വീകരിക്കാറുള്ളതെങ്കിലും ശത്രുവിനെ അങ്ങേയറ്റം പേടിപ്പിക്കാനും പെട്ടെന്ന് കൊലപ്പെടുത്താനും അവർ സ്വീകരിച്ച മറ്റൊരു രൂപമായിരുന്നു ഈ കരിങ്കോലി സർപ്പത്തിൻ്റെത്. ഈ പാമ്പിന് കൊമ്പൊക്കെ ഉണ്ട്. കരിങ്കോലി എന്ന് പറയുന്ന ആ ഒരു പാമ്പ് പോലും ഒരു പഴയകാല മിത്താണ്. കരിങ്കോളി, കോഴിപ്പാമ്പ്, അങ്ങനെയൊക്കെ ഈ പാമ്പിന് പലയിടത്തും പല പേരുകളാണ്. കേരളത്തിലെ കാവുകളിലും കാടുകളിലും തലമുറകളായി കേട്ടുവരുന്ന ഏറ്റവും നിഗൂഢമായ ഒരു പാമ്പിന്റെ പുരാണമാണ് ഈ കരിങ്കോലി സർപ്പത്തിൻ്റെത്. ഇത് വെറും ഒരു സാധാരണ പാമ്പല്ല. ആഭിചാരങ്ങളൊക്കെയായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഡാർക്ക് മിത്താണ് ഈ കരിങ്കോലി. സാധാരണ പാമ്പുകളെ പോലെയല്ല ഈ കരിങ്കോലി. കരിങ്കലിന്റെ അത്രയും കറുത്ത നിറവും ചോര കണ്ണുകളും, അതായത് പുറംഭാഗം കറുപ്പും വയറുഭാഗം രക്തച്ചുവപ്പുമാണ്. രാജവെമ്പാലയുടെ ഇരട്ടി വലിപ്പമുണ്ട്. ഏതാണ്ട് 15 മുതൽ 25 അടി വരെ നീളമുണ്ട്. പിന്നെ ഈ തലയിൽ ചെറിയൊരു പൂവും കൊമ്പൊക്കെയുള്ള കണ്ടാൽ പേടി തോന്നുന്ന ഒരു ഭീകരരൂപിയ പാമ്പാണ് ഈ പാമ്പ്. ഇതിന് ശ്വാസമേറ്റാൽ പോലും ജീവൻ പോകുമെന്നാണ് വിശ്വാസവും കഥകളും ഒക്കെ. അതായത് ലോകത്തിൽ ഏറ്റവും വിഷമുള്ള ബ്ലാക്ക് മാമ്പേക്കാൾ ഡേഞ്ചർ ആണ് നമ്മുടെ പുരാണങ്ങളിലെ ഈ പാമ്പ്. ഈ പാമ്പിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇതൊരിക്കലും ഇരയെ വിഴുങ്ങാറില്ല. പകരം ഇരയെ കൊന്നിട്ട് ഉടനെ ചോര കുടിക്കുകയാണ് ചെയ്യുക. ഇതിന്റെ പ്രധാന ഇര എപ്പോഴും മനുഷ്യൻ മാത്രമാണ്. ഇതിന് പറക്കാനൊക്കെ പറ്റും. പിന്നെ ഒരു പ്രത്യേകത, ഇത് കോഴി കൂവുന്നത് പോലെ കൂവും. പിന്നെ ഇണയുമായിട്ട് അത്രത്തോളം അറ്റാച്ച്മെന്റ് ഉള്ളൊരു പാമ്പാണ്
ഈ പാമ്പ്. അതില് ഒരു കഥയുണ്ട്. പണ്ട് കാലത്ത് ആഭിചാരങ്ങൾ നടത്തിയിരുന്ന മന്ത്രവാദികളും ഒടിയന്മാരും ആഭിചാരങ്ങൾക്ക് വേണ്ടി ഈ ആൺ കരിങ്കോളിയെ ജീവനോടെ വേട്ടയാടിയിരുന്നു. പെൺപാമ്പിനെ, അതായത് ഇണയെ ഉപയോഗിച്ചായിരുന്നു അവർ ആൺപാമ്പിനെ പിടിച്ചിരുന്നത്. ഈ ആൺ കരിങ്കോലിയാണ് ഡേഞ്ചർ, പെൺപാമ്പ് അത്രയ്ക്ക് പ്രശ്നമല്ല. അത് മാത്രമല്ല, ഈ ആൺപാമ്പിനെ കാണുന്നത് തന്നെ ലക്കാണ്. അങ്ങനെ പെട്ടെന്ന് കാണാനോ പിടിക്കാനോ ഒന്നും പറ്റത്തില്ല. അപ്പൊ ഈ മന്ത്രവാദികൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ചില പ്രത്യേക ദിവസങ്ങളിൽ സന്ധ്യാ നേരത്ത് ഈ പെൺപാമ്പ് പുറത്തിറങ്ങും. അപ്പൊ ഈ പെൺപാമ്പ് പുറത്തിറങ്ങുന്ന സമയത്ത് ഈ മന്ത്രവാദികള് ഈ പെൺപാമ്പിനെ പിടിച്ചങ്ങ് കൊല്ലും. ആ കൊല്ലുന്ന ടൈമില് ഈ പെൺപാമ്പ് ചൂളം വിളിക്കും, അതായത് ഊത്തൂതുന്നത് പോലെ. ഈ ചൂളം അടിക്കുന്നത് ആൺപാമ്പിനുള്ള സിഗ്നലാണ്, ഞാൻ അപകടത്തിലാണ്, എന്നെ ആരോ കൊല്ലാൻ പോകുന്നു എന്നുള്ള സിഗ്നൽ. അപ്പൊ ഈ ചൂളോടി കേൾക്കുമ്പോൾ ഐഡന്റിറ്റി റിവീൽ ചെയ്യാതെ ഒളിച്ചിരിക്കുന്ന ഈ ആൺപാമ്പ് മുന്നും പിന്നെ നോക്കാതെ വയലന്റ് ആയി ചൂളം വിളി കേട്ട സ്ഥലത്തേക്ക് പാഞ്ഞു വരും. അപ്പൊ ഈ മന്ത്രവാദികൾ എന്ത് ചെയ്യുന്ന വെച്ചാ, ഈ പെൺപാമ്പിന്റെ ചൂളം വിളി കേട്ടാൽ അവിടെ ആൺപാമ്പ് എത്തുമെന്ന് കൺഫേം ആണ്. അതറിയാവുന്ന ഇവർ പെൺപാമ്പിനെ കൊന്നിട്ട് ആൺപാമ്പിനെ പിടിക്കാനുള്ള കെണി തയ്യാറാക്കി വെക്കും. അപ്പോ ചൂളം വിളി കേട്ട സ്ഥലത്തേക്ക് പാഞ്ഞു വരുന്ന ആൺപാമ്പ് ഇവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കെണിയിൽ വീഴും. ഇതുകൊണ്ടാണ് പണ്ടുള്ളവർ പറയുന്നത് ഈ സന്ധ്യാസമയത്തൊക്കെ ചൂളം അടിക്കരുതെന്ന്. ഈ പാമ്പ് കയറി വരും. ഇണക്ക് എന്തെങ്കിലും സംഭവിച്ചെന്ന് തെറ്റിദ്ധരിച്ച് ഈ പാമ്പ് മുന്നും പിന്നും നോക്കാതെ കയറി വരും, നൈസായിട്ട് വന്ന് പണി നിന്നിട്ട് പോകും. അങ്ങനെ ആഭിചാര ക്രിയകളും മന്ത്രവാദങ്ങളും നടത്തിയിരുന്ന കരിമന്ത്രവാദികൾ ശത്രുക്കളെ നശിപ്പിക്കാൻ വേണ്ടിയാണ് ഈ കരിങ്കോലിയെ ഉപയോഗിച്ചിരുന്നത്. അതായത് ഈ പാമ്പിനെ പിടിച്ച് ഒരു വലിയ മൺകലത്തിനകത്തിട്ട് പൂട്ടും. പിന്നീട് അതിന് ശത്രുക്കളുടെ ചോരയോ അല്ലെങ്കിൽ ആഭിചാര ക്രിയകൾക്ക് ഉപയോഗിക്കുന്ന കൂട്ടുകളോ നൽകി അതിനെ ഇരുട്ടിലിട്ട് വളർത്തും. ദിവസങ്ങളോളം ഇങ്ങനെ ഇരുട്ടിൽ കിടന്ന് കലിപ്പ് കയറി പാമ്പ് ഒരു രക്തരക്ഷസ് പോലെയായി മാറും. അങ്ങനെ മന്ത്രവാദി ശത്രുവിന്റെ രക്തം കൊടുത്ത ശേഷം ഈ പാമ്പിനെ കലം തുറന്നു വിടും. അങ്ങനെ ഈ പാമ്പ് പോയി ആ വ്യക്തിയെ കടിച്ചു കൊല്ലും എന്നൊക്കെയാണ് കഥയുള്ളത്. പിന്നെ ഒടിയന്മാരും ഈ പാമ്പിനെ വേട്ടയാടി പിടികൂടിയിരുന്നു. ഒടിമരുന്നുണ്ടാക്കാൻ ഈ പാമ്പിന്റെ രക്തവും വിഷവും ഉപയോഗിച്ചിരുന്നു. ഇത് പണ്ട് മുതലേ ഉള്ള കഥകൾ മാത്രമാണ്. എന്നാൽ കഥകൾക്കപ്പുറമുള്ള ചില സത്യങ്ങളും ഇതിന്റെ പിന്നിലുണ്ട്. കരിങ്കോലി എന്ന് പറയുന്ന ഈ പാമ്പ് ഒരു മിത്താണ്. ഇതുവരെ അങ്ങനെ ഒരു പാമ്പുള്ളതായിട്ട് തെളിയിക്കപ്പെട്ടിട്ടില്ല. ഒരു ഫോട്ടോ പോലും ഇല്ല. പക്ഷെ പഴയ പുരാണങ്ങളിലും ചിത്രങ്ങളിലും മാത്രമല്ല ഈ പാമ്പുള്ളത്. ഇങ്ങനെ ഒരു പാമ്പിനെ ഒരുപാട് പേര് നേരിട്ട് കണ്ടിട്ടുണ്ട്. തെക്കൻ കേരളത്തിലെ ശബരിമല കാടുകൾ, ആര്യങ്കാവ്, അച്ചൻകോവിൽ, തെന്മലക്കാടുകൾ, പെരിയാർ കാട്ടിലും വയനാട്, പാലക്കാട്, കർണാടക എന്നീ സ്ഥലങ്ങളിൽ നിന്നും കരിങ്കോലി പാമ്പിനെ നേരിട്ട് കണ്ടു എന്ന തരത്തിൽ 1960 മുതൽ ഒരുപാട് പേര് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൂടുതലും കാട്ടിൽ താമസിക്കുന്നവർ, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ, വേട്ടക്കാർ, അങ്ങനെ ഒരുപാട് പേര് ഈ പാമ്പിനെ കണ്ടതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ സോഷ്യൽ മീഡിയയിൽ, യൂട്യൂബിലൊക്കെ ഇതിനെ പറ്റി ഒരുപാട് വീഡിയോസ് ഒക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു പാമ്പിനെ പറ്റിയുള്ള മിസ്റ്ററി നമ്മുടെ കേരളത്തിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒരു കഥയല്ല, വേൾഡ് വൈഡ് ആണ്. ലോകത്ത് പലയിടത്തും ഈ പാമ്പിനെ കണ്ടിട്ടുള്ളതായി പലരും പറഞ്ഞിട്ടുണ്ട്. പലരും ഈ പാമ്പിനെ തപ്പി അതിന്റെ പിന്നാലെ പോയിട്ടുണ്ട്. പക്ഷെ ശാസ്ത്രീയമായി ഒരു തെളിവ് പോലും കിട്ടിയിട്ടില്ല. ഇനി എന്തൊക്കെ പറഞ്ഞാലും തെളിയിക്കപ്പെടാത്ത കാലത്തോളം അതൊരു മിത്ത് മാത്രമാണ്, കെട്ടുകഥയാണ്. അപ്പോ ഒടിയൻ കഥകളിൽ ഏറ്റവും നിഗൂഢമായ ഡാർക്ക് മിത്തുകളാണ് ചാത്തൻ സേവയും കരിങ്കോലിയും. അപ്പോ ഒടിയൻ, ചാത്തൻ, അതായത് ഒടിയനും ബ്രഹ്മയുഗത്തിലെ ചാത്തനും തമ്മിൽ കണക്ഷൻ ഉണ്ട്. മിക്കവാറും ഈ രണ്ട് പടങ്ങളും ഒരേ യൂണിവേഴ്സിലുള്ള പടങ്ങൾ തന്നെയാണ്. ഒടിയന്റെ പോസ്റ്ററിൽ നിന്ന് തന്നെ മനസ്സിലാവും അവർ കാണിക്കാൻ പോകുന്നത് ഇതിന്റെ ഏറ്റവും ഡാർക്ക് സൈഡാണ്. ഇത് കാണുന്നവരുടെ തലയിളക്കുന്ന ഒരു പരിപാടിയാണ്. ഇത് ഈ പോസ്റ്ററിലുള്ളത് കണ്ടാൽ തന്നെ മനസ്സിലാവും, ഇല്യൂഷൻ. ഈ പോസ്റ്ററിന്റെ സെന്ററിലുള്ളത് ഒരു പഴയ വിക്ടോറിയൻ സ്റ്റൈൽ കണ്ണാടിയാണ്. അതിലൊരു അസ്ഥിക്കൂട ജീവിയെ കാണാം, മനുഷ്യനല്ല. ഇതാണ് ഈ പോസ്റ്ററിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡീറ്റെയിലിങ്. ആ ജീവി ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാ മനുഷ്യന്റെ കൈകള്, മൃഗത്തിന്റെ നട്ടല്, കൊമ്പുള്ള തല, പല്ലുകള്, വളഞ്ഞ ശരീരം, ഒരൊറ്റ ജീവി അല്ല. ഈ മനുഷ്യനും മൃഗവും ചേർന്ന ഒരു ഹൈബ്രിഡ് ക്രിയേച്ചർ. ഈ ഒടിയൻ കഥകളിൽ കേൾക്കുന്ന ഷേപ്പ് ഷിഫ്റ്റിംഗിന്റെ ഒരു വിഷ്വൽ മെറ്റാഫോർ ആണ്. ഇതിന്റെ അർത്ഥം ഈ കാണുന്നത് യാഥാർത്ഥ്യമല്ല, ഇല്യൂഷൻ എന്ന വാക്കിന്റെ വിഷ്വൽ റെപ്രസെന്റേഷൻ ആണ് ഈ മിറർ. ഒടിയൻ മിത്തിലും ഇത് തന്നെയാണ് കൺസെപ്റ്റ്. ശരിക്കും ഒടിയന്റെ രൂപം ഇതാണോ, അതോ ഈ രൂപം ആളുകളുടെ ഇമാജിനേഷൻ ആണോ, ഒരു ഇല്യൂഷൻ ആണോ? ഈ ഡൗട്ട് തന്നെയാണ് ഈ സിനിമയുടെ ഒരു കോർ തീം ആയിരിക്കാൻ സാധ്യത. ഇതൊരു ഹൊറർ പടം കൂടിയാവുമ്പോ പിന്നെ പറയുകയും വേണ്ട, ഇതൊരു പീരിയഡ് മിസ്റ്ററി ഹൊറർ ഫാന്റസി സിനിമയാണ്. പിന്നെ പൃഥ്വിരാജും കരൺ ജോഹറിന്റെ ധർമ്മ പ്രൊഡക്ഷനും ചേർന്നാണ് ഈ പടം നിർമ്മിക്കുന്നത്. അപ്പോൾ ഒരു ബോളിവുഡ് പ്രൊഡക്ഷന്റെ ആദ്യത്തെ മലയാള പടം ആവുമ്പോ വലിയ പരിപാടിയാണ്. തുമ്പാടൊക്കെ പോലെ പിടിച്ച കത്തും.